വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കസാവ ഫുഫു. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ ഞെട്ടണ്ട. കസാവ ഫുഫു. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ കപ്പയാണ് ഈ കസാവ എന്ന് പറഞ്ഞാൽ കപ്പയാണ് പോലും. അത് ഞാൻ വിക്കിപീഡിയ നോക്കി മനസ്സിലാക്കിയതാ. അപ്പോൾ ഫുഫു എന്താണെന്ന് ഒരു പിടുത്തം കിട്ടിയില്ല. അപ്പം നമുക്ക് നല്ല പച്ചക്കപ്പ പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ നമ്മൾ അരച്ചെടുത്ത കപ്പ മാവ് അതിലേക്ക് ഒഴിക്കാം. പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ കൈയെടുക്കാതെ തന്നെ ഇളക്കണം. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഇളക്കണം. കാരണം ഇത് കപ്പയാണ്, പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ കഴിവതും ഞാൻ നോൺ സ്റ്റിക്ക് തവയിലാണ് ഉണ്ടാക്കുന്നത്. അലുമിനിയത്തിലൊക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെയാവും എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി. സംഗതി നൈജീരിയൻ ഫുഡാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഫുഡല്ലേ കഴിക്കുന്നത്. അപ്പം നമുക്കൊരു നൈജീരിയൻ ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇന്ന് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് ഓർത്ത് നോക്കിയതാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് ഫൗളാകാൻ പാടില്ലല്ലോ. അപ്പം നമ്മുടെ ഇതാ ഫുഫു റെഡി ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, പാത്രത്തിൽ സൈഡിൽ നിന്നൊക്കെ വിട്ട് നല്ലൊരു കുറുക്ക് സ്റ്റൈല്. എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ, പണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് സെർലാക്കില്ലേ, പണ്ടല്ല ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. സെർലാക്കൊക്കെ പോലെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നമ്മുടെ ഫുഫു റെഡി ആയിക്കൊണ്ട് കുറച്ച് സമയം ഇളക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. എന്നാലും കാരണം കുറേ സമയം കൈയെടുക്കാതെ തന്നെ നമ്മളത് ഇളക്കി അതിനെ ഒന്ന് സെറ്റാക്കണം. നമ്മുടെ കപ്പ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം അല്ലേ. ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ ആലോചിച്ചത് എന്നാണെന്നറിയാമോ? എത്ര എളുപ്പത്തിലാണ് നമ്മളുണ്ടാക്കുന്നത്. ആ കപ്പ എടുത്ത് 2 ചെണ്ടുമുറിനാക്കിയിട്ടോ ഇല്ല കപ്പ എടുത്ത് ചടപടയെന്ന് കൊത്തി നുറുക്കി അടുപ്പിലോട്ട് വെച്ച് ഇച്ചിരി തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കപ്പപ്പുഴുക്കായി. നല്ല ചെണ്ടമുറിയനും ആണ്. ചെണ്ടമുറിയനായാലും നമുക്ക് ഇച്ചിരി മീൻ കൂട്ടാനും കൂട്ടിയിട്ട് അതും കഴിക്കാം. പക്ഷേ ഇതൊക്കെ എന്തിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. എന്നാലും നമുക്ക് ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണിത്. അപ്പം നമ്മുടെ ഫുഫു കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും ആയപ്പോൾ എടുത്തു. പക്ഷേ അവരുടെ ഇതിൽ 1-2 വീഡിയോ ഞാൻ കണ്ടതുണ്ടല്ലോ, അവർ നല്ല ടൈറ്റാക്കിയിട്ട് മുറുക്കി കെട്ടി വെച്ചിട്ട് ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. എനിക്കങ്ങനെ ബോളാക്കാനുള്ള ക്ഷമയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നല്ല തേങ്ങ വറുത്തരച്ച കോഴിക്കറിയും കൂടിയാണ്. കണ്ടോ, അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ തരാം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ച നല്ല സൂപ്പർ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാലോ, സംഗതി കിടലിനാണ് കേട്ടോ. ഉണ്ടാക്കിയത് നൈജീരിയൻ ഫുഡാണെങ്കിലും ഇപ്പോൾ ചിക്കനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ കേരള ഫുഫു ആയിട്ട് മാറിയോ എന്നൊരു സംശയം. എന്തായാലും സംഗതി കിടിലനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എളുപ്പമാണ്. ഈ ഇളക്കുന്ന ഒരു ഇത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ ഒരു വെറൈറ്റി ഫുഡ് നമുക്ക് പരീക്ഷിക്കാം. എല്ലാ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ കസാവ ഫുഫു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.